സ്നേക്ക് ഹെഡ് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കണതാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയാൽ മിസ്സായി പോയി. നമ്മൾ ഇനി ബാക്കി വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട്. അടിപൊളി സ്പോട്ടാണ്. നമുക്കിനി ബാക്കി സ്ട്രൈക്ക് വല്ലതും കിട്ടും. ഞാനും എറിയുന്നുണ്ട്. ഞാൻ എറിയുന്നത് റീല് FX4000 എപ്പോഴും പറയും പോലെ റോഡും ലാവാ സ്പിൻ. പിന്നെ യൂസ് ചെയ്യുന്ന ഫ്രോഗ് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുണ്ടോ, ബ്രാവോ എൻ്റെ ടോഗോ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ്. ബ്രാവോൻ്റെ ടോഗോ ഫ്രോഗാണ്. നൈസ് ഫ്രോഗാണ്. നല്ല ആക്ഷനും ഡബിൾ സ്പിന്നറൊക്കെ വരുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സ്ട്രൈക്ക് കിട്ടാൻ. സ്ഥലമൊക്കെ മാറ്റി മാറ്റി എറിഞ്ഞ് നോക്കി സ്ട്രൈക്ക് കിട്ടുക അടിപൊളിയായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന സീമൻ്റെ ഹാർഡ് ലെഗ് ഫ്രോഗാണ്. ഇത് കണ്ടോ, സീമൻ്റെ ഹാർഡ് ലെഗ് ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. എറിയുന്നത് ഇവൻ. പിന്നെ യൂസ് ചെയ്യുന്ന റീല് പ്രെഡേറ്റർ 4000, റോഡ് ക്രിസ്റ്റൽ ക്ലിയർ 2 ടൺ. നമുക്ക് ഇതുവരെ സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. സ്ട്രൈക്ക് കിട്ടിയ നമുക്ക് മാക്സിമം വീഡിയോയിലും കാണിക്കാൻ നോക്കാം. അത്യാവശ്യം നമ്മൾ മീനൊക്കെയുള്ള സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത്ര നേരം അറിയുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോണിൽ വന്നിട്ട് തന്നെ അറിയുകയാണ്. നമ്മൾ ഇടക്കിടക്ക് ഇവിടെ വന്നതാണ്. അതിനൊക്കെ നമുക്ക് സ്ട്രൈക്ക് കിട്ടാറുണ്ട്. ഒരുപാട് നമുക്ക് ഇവിടെ നിന്ന് മീനും കിട്ടിയിട്ടുള്ളതാണ്. ഒരു നാടൻപുരയിലായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ ഇവിടെ നമ്മൾ ചേറുമീൻ്റെ ആക്ടിവിറ്റി ഒന്നും കണ്ടിട്ടില്ല. ചേറുമീൻ നമുക്ക് ഇവിടുന്ന് അങ്ങനെ അടിച്ചിട്ട് പോയില്ല. അടിച്ചവയൊക്കെ നാടൻപുരയിലാണ്. അതാണ് നമ്മൾ കുഞ്ഞ് ഫ്രോഗ് നോക്കണം. പിന്നെ സീമൻ്റെ ഹാർട്ടിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നാടൻപുരയിൽ വാഗ ചേറുമീൻ എല്ലാത്തിനും ബെസ്റ്റ് ഫ്രോഗായതുകൊണ്ടാണ് അതും അടിച്ചത്. പിന്നെ നമ്മളൊരു ചെറിയ ഫ്രോഗ് ഞാൻ ആദ്യം കാണിച്ചാൽ ബ്രാവോൻ്റെ ടോഗോയും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആക്ഷനുള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് കാണിക്കുവാണെങ്കിൽ ബ്രാവോയുടെ ജാങ്കോയും ഉണ്ട്, ബ്രാവോൻ്റെ മില്ലറും ഉണ്ട്. ഇത് രണ്ടാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ചേർമീൻ, നാടൻ വരാൽ അതൊക്കെ നോക്കി ഇറങ്ങിയാണ്. പിന്നെ നമ്മൾ ഈ ഫ്രോഗിൻ്റെ ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കി കണ്ടോ, നല്ല ആക്ഷൻ ഉണ്ട്, നല്ല സൗണ്ടും ഉണ്ട്, റാക്കിങ് സൗണ്ടും ഉണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. $11 ഗ്രാമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എറിഞ്ഞങ്ങ് ദൂരത്തിടാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഒരു ഷേപ്പിൻ്റെ പ്രത്യേകത കൂടി വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല കാസ്റ്റിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും മീൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ ഒരു ടൈം ഏകദേശം 6:15 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഈ സമയത്ത് അടിക്കുവാൻ നമ്മൾ മാക്സിമം വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രൈക്കൊക്കെ കുറഞ്ഞു തുടങ്ങുന്ന ടൈമായി. ഏകദേശം നല്ല ഇരുട്ടി. അപ്പോൾ പയ്യെ വൈൻഡപ്പ് ചെയ്യണതാണ്. നമുക്ക് കുറച്ചും കൂടി എറിഞ്ഞ് നോക്കാം. സ്ട്രൈക്ക് കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ ഈ സ്പോട്ട് ശ്രദ്ധിച്ചു, ഇവിടെ
നേരത്തെ ഇവിടെ ഈ പുല്ലില്ലായിരുന്നുള്ളൂ, നമ്മൾ കുറച്ചടിയും വരാറില്ലായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ളൊരു പുല്ല് അങ്ങോട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി അങ്ങോട്ടൊക്കെ അടിപൊളിയായിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. മീൻ നിൽക്കാൻ അത്യാവശ്യം നല്ല ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഈ സ്പോട്ട് നൈസായിട്ട് നടന്ന് കാണിച്ചു തരാം. അങ്ങറ്റം വരെ നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു 2-3 ഇതായിട്ട് ഇങ്ങനെ ഈ ഒരു സ്പേസ് ഉള്ളതുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തു നിന്നാണെങ്കിൽ ഇത് അവിടെ ആയിട്ടൊരു വലിയൊരു സ്പേസ് ഉണ്ട്, ആ ഒരു അങ്ങ് അറ്റത്തായിട്ട്. അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഇന്നലെ ഒരു സ്ട്രൈക്ക് കിട്ടി, പക്ഷെ ആ മീൻ അങ്ങ് മിസ്സായി. നമ്മുടെ സിമൻ്റെ ഹാർഡ് ലെഗിലായിരുന്നു കിട്ടിയത്, പക്ഷെ നമുക്ക് ആ മീൻ മിസ്സായതുകൊണ്ട് ആ സമയത്ത് ഫോണിൽ ചാർജിലായിരുന്നു, വീഡിയോ എടുക്കാനും പറ്റിയില്ലായിരുന്നു. അത്യാവശ്യം ഒരു ചേരാനായിരുന്നു, ഒരു 3/4 കിലോത്തിന് മുകളിൽ കാണാൻ ചേരാനായിരുന്നു, പക്ഷെ അത് നമുക്ക് മിസ്സായി. നമ്മളെന്തായാലും അതിനെ പിടിക്കുന്നൊരു വീഡിയോ ഉടനായിട്ട് വരുന്നതായിരിക്കും. ഫ്രോഗിൻ്റെ ലെഗിലായിരുന്നു സ്ട്രൈക്ക് അടിച്ചത്, അപ്പോൾ നമുക്ക് കുക്കായില്ല. നിങ്ങൾ സ്പോട്ട് കണ്ടോ, നല്ല സ്പോട്ടാണ്. ആ കോർണേഴ്സിലൊക്കെ മീൻ നിൽക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ എറിഞ്ഞു നോക്കുന്നത്. നമ്മൾ മാക്സിമം എല്ലാ സ്പോട്ടും വിടാണ്ട് എറിയുന്നുണ്ട്, നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കൂടുതൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് ഈ സീമൻ്റെ ഹാർഡ് ലെഗിലാണ്. അതിൽ ഇന്നലെ പറഞ്ഞല്ലോ ലെഗായിട്ടായിരുന്നു അടിച്ചത്. കുഞ്ഞില്ല, അത്യാവശ്യം ഒരു 3/4 കിലോ ചേരാനായിരുന്നു. പക്ഷേ മീൻ അടിച്ചപ്പോൾ മീൻ കുറച്ച് ലോങ്ങിലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് വന്നടിച്ചപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഡ്രൈവ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ മീൻ അടിക്കാൻ പറ്റിയില്ല. കറക്റ്റ് ആ ഒരു ഹുക്കിൻ്റെ അവിടെ അടിച്ചത് എന്തായാലും ആ മീൻ കിട്ടിയേനെ, പക്ഷേ നമുക്കെന്തോ ഒരു ലക്കില്ലായ്മ. ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഫ്ലിപ്പിലടിച്ച ഒരു മീൻ മിസ്സാവുന്നത്. നമ്മൾ അപ്പുറത്ത് വേറെ സ്പോട്ട് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പറ്റുമെങ്കിൽ ഒന്ന് നിങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ മതി. ഇവിടെയും ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ള ഗ്യാപ്പ് കാണുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ട് കണ്ടല്ലോ, നല്ല സ്പോട്ടാണ്. നമ്മൾ ഇനി പയ്യെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങണതാണ്. നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കുറച്ച് കാണിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ കണ്ടോ, നല്ല സ്പോട്ടാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോന്നിട്ടുണ്ട്, ഫിഷിങ് നിർത്തി ഇന്നത്തെ, കാരണം നമുക്ക് സ്ട്രൈക്ക് കിട്ടിയല്ല, മിസ്സായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണ് സ്ട്രൈക്ക് മിസ്സാവാൻ കാരണം? നിങ്ങൾക്ക് സ്ട്രൈക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല നമ്മളെക്കൊണ്ട്, എന്നാലും എന്തായിരിക്കും മീൻ കൂടുതൽ ലെഗ് അടിക്കാൻ സാധ്യത എന്ന് നിങ്ങൾ പറഞ്ഞു തന്നത് നല്ലതായിരിക്കും, നമുക്ക് ഉപകരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യണതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.